CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണിൽ ഇനി കലാമേളയുടെ രാപ്പകലുകൾ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് സജ്ജമാക്കിയ വിവിധ വേദികളിൽ തുടക്കമായി. കലോത്സവ വേദിയിലെ CCTV സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ CCTV സ്റ്റുഡിയോ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് പ്രൗഢോജ്വല സ്വീകരണം. കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കുന്നതിനുള്ള സ്വർണ്ണക്കപ്പ് കുന്നംകുളത്തെത്തിച്ചു. കലോത്സവ നഗരിയിൽ ചെറിയ വാഹനാപകടവും. പതനി സ്കൂളിൽ സജ്ജമാക്കിയ വേദിക്ക് സമീപത്തേക്ക് വന്നിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കാണിപ്പയ്യൂർ സ്വദേശി മേൽവീട്ടിൽ ശരത്തിന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തലയ്ക്ക് നിസ്സാര പരിക്കേറ്റു. പ്രായപൂർത്തിയാകാത്ത 8 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം പുതിയങ്ങാടി സ്വദേശി പണ്ടാരി വീട്ടിൽ അബ്ദുൾ ലത്തീഫിനെയാണ് ചാവക്കാട് SHO വിമൽ വിവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി മുട്ടിക്കലിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് ചെരിഞ്ഞു. കച്ചവടത്തിനായി വീട്ടിലെത്തിയ യുവതിയെ വീടിനകത്തേക്ക് വലിച്ചുകയറ്റി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല പള്ളിത്താഴം സ്വദേശി തെരുവത്ത് പീഡിയക്കൽ 60 വയസ്സുള്ള അലിക്കുട്ടിയാണ് അറസ്റ്റിലായത്. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം നമ്പർ 883 കീഴിലുള്ള വടക്കേപ്പടവ് തെക്കേപ്പടവ് ബണ്ട് ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ. തിങ്കളാഴ്ച മുതൽ പെയ്യുന്ന കനത്ത മഴ മൂലം കർഷകർ ആശങ്കയിലാണ്. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ഞാറിറക്കിയ പല പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി. പൊന്നിയൂർകുളം പനന്തറയിൽ ഈച്ചിപ്പാടശേഖരത്തിൽ ഞാറ്റടി തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ കർഷകർ പ്രതിസന്ധിയിലായി. എരുമപ്പെട്ടി കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ലോറി കാനയിലേക്ക് ചെരിഞ്ഞു. കുണ്ടന്നൂർ ചുങ്കത്തിനു സമീപം ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ചു നൽകുന്ന അമല ആശുപത്രിയുടെ സ്നേഹസ്വാന്തനത്തിൽ പങ്കാളികളായി ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികൾ കേശദാനം നടത്തി. കുന്നംകുളം എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ 20ാം വാർഷികവും സംയുക്ത ക്രിസ്തുമസ് ആഘോഷവും കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദേശീയോദ്ഗ്രഥനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ക്യാമ്പിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിഭവങ്ങളുണ്ടാക്കി പ്രദർശനം നടത്തി. തലക്കോട്ടുകര തത്വമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 6ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. എരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. തൃശൂർ പൂത്തോളിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസ് തൃശൂർ ജില്ലാ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.